Hello students, welcome back to the electrodynamics classes for Kerala PSC fingerprint search examination. അപ്പോൾ നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റാറ്റിക് ചാർജുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അവരുടെ ഫീൽഡ്, പൊട്ടൻഷ്യൽ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്സ്, മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മൂവിങ് ചാർജസിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. മൂവിങ് ചാർജസ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഈസ്റ്റഡ് എക്സ്പെരിമെന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന ഫിസിസിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ കോറിലേറ്റഡ് ആണ് എന്ന് കണ്ടെത്തിയത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് അദ്ദേഹം അത് കണ്ടെത്തിയത്. എക്സ്പെരിമെന്റ് വളരെ സിമ്പിളാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചാൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ കോറിലേറ്റഡ് ആണ് എന്നുള്ളത് കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്, നമ്മൾ അതിലൂടെ കറണ്ട് പാസ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണുന്ന പോലെ ഒരു ചെറിയ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു കണ്ടക്ടർ ഉണ്ട്, നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അടുത്തായിട്ട് നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺ ആയിരിക്കുമ്പോൾ, സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാനൊന്ന് വരച്ചാൽ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് അത് വരയ്ക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഇവിടെ കിട്ടുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നപ്പോൾ, ഞാൻ CLK എന്നിടുകയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ദേ ഫ്രം നോർത്ത് ടു സൗത്ത് ഇങ്ങനെയാണ് ഡിഫ്ലക്ഷൻ കാണിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എഴുതുകയാണ് ഫ്രം N ടു S. ഇങ്ങനെയായിരുന്നു ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഇനി ഇത് തന്നെയാണോ കാരണം, കറണ്ട് പാസ് ചെയ്യുന്നത് തന്നെയാണോ ഈ ഡിഫ്ലക്ഷന് കാരണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു. ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ചെയ്തു. അതായത് പോസിറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവ്, നെഗറ്റീവ് ഉള്ളിടത്ത് പോസിറ്റീവ് കണക്ട് ചെയ്തു. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ആയി. റിവേഴ്സ് ആയപ്പോൾ ഇപ്പം നമ്മൾ ഡയറക്ഷൻ വരച്ചാൽ എങ്ങനെ ഇരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുകയാണ്. ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തപ്പോൾ ഡിഫ്ലക്ഷനും ഓപ്പോസിറ്റായി, ഡിഫ്ലക്ഷനും തിരിച്ചായി. പക്ഷേ നമുക്ക് പറയാം ഡിഫ്ലക്ഷനും തിരിച്ചായി എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഞാൻ എഴുതുകയാണ്, ഫോർ എക്സാമ്പിളിന് വേണ്ടി മാത്രം എഴുതുകയാണ്. കറക്റ്റ് ഡയറക്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷനും നേരത്തെ കാണിച്ച ഡിഫ്ലക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് നമ്മൾ കറണ്ടിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷനും മാറുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ കറണ്ട് പാസ് ചെയ്യുന്നത് വഴിയാണ് ഈ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും എന്ത് മനസ്സിലായി? ഇലക്ട്രിക് ഫീൽഡ്, കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപം കൊള്ളുന്നുണ്ട് അല്ലേ? ഒരു മാഗ്നറ്റിക് കോമ്പസിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കണമെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അവിടുന്ന് നമുക്ക് മനസ്സിലായി എന്താണ്? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? When a current is passed through the straight conductor, the compass needle shows a deflection, which gets reversed when current direction is reversed. And Easton concluded that a current carrying conductor is surrounded by a magnetic field. A current carrying conductor is surrounded by a magnetic field. അപ്പോൾ വളരെ വലിയൊരു കണ്ടെത്തലാണ് അല്ലേ? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് മൂവിങ് ചാർജസ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. മൂവിങ് ചാർജ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നമ്മൾ ഇത്രയും നാൾ സ്റ്റാറ്റിക് ചാർജിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനി നമുക്ക് മനസ്സിലാവും എന്താണ് മൂവിങ് ചാർജസ് പ്രൊഡ്യൂസസ്
magnetic field. Moving charges produces magnetic field. Moving charge produces magnetic field എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഇത് ജസ്റ്റ് നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതുവരെയുള്ള എക്സാംസിൻ്റെ റിസൾട്ട് വന്ന എക്സാംസിൻ്റെ ഫൈനൽ റിസൾട്ട് വന്ന എക്സാംസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിച്ചവരുടെ ലിസ്റ്റാണ് നമ്മളിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. പല പല എക്സാംസിൻ്റെതായിട്ടുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് വരെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് വരാനുള്ള എക്സാംസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സസ് കൊണ്ട് മാത്രം പ്രിപ്പറേഷൻ നടത്തിയവരാണ് ഇവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് പറയുകയാണ് നമ്മളിവിടെ അച്ചീവ്മെൻറ്റ് നടത്തിയ എല്ലാ സ്റ്റുഡൻസിനും. അപ്പോൾ നമ്മളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ക്ലാസ്സസ് വേണം, നമ്മളുടെ PSC ക്ലാസ്സസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് സ്പാർട്ടൻസിന്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആക്കുന്നതാണ്. ആൻഡ് നമ്മളൊരു സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെറുതെ PSC ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ബേസിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാണ്ട് ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നല്ല എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് നമ്മളുടെ ക്ലാസ്സസിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സസ് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് മൂവിങ് ഓൺ, നമുക്കിനി മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൂവിങ് ചാർജസ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് എന്താ പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജ് ഇരിക്കുകയാണെങ്കിൽ ആ ചാർജിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ടാകും. ആ റീജിയനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ചത്. ഇവിടെയും അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ അതെന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അഥവാ നമുക്ക് പറയാം മൂവിങ് ചാർജിന് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കാം. ഒന്നും കൂടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്പേസ് വെർ എ മൂവിങ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. ആൻഡ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പഠിച്ചതുപോലെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ് വിളിക്കുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന് നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തതുപോലെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തതുപോലെ ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉള്ളതുപോലത്തെ അനലോഗസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെയും പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൺ ഏരിയ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു ഏരിയ ഉണ്ട്, നമുക്കൊരു ഗിവൺ ഏരിയ ഉണ്ട്. ആ ഏരിയയിലൂടെ നോർമലി പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ഫൈ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ 5B എന്ന് സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്. SI യൂണിറ്റ് വെബർ ആണ്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ പറഞ്ഞു ഫ്ലക്സ് ഇസ് ഈക്വൽ ടു E.A അല്ലെങ്കിൽ E/A എന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ B.A നമുക്ക് എഴുതാം. B.A. B എന്ന് പറയുന്നതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി.
മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ഏരിയ. അതിന് നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും വിളിക്കാറുണ്ട്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ. അപ്പോൾ B is equal to phi by A or phi equal to B dot A, BA cos theta. Theta is the angle between the magnetic induction and area element. ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഇൻഡക്ഷനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ ബി ഡോട്ട് എ ബി എ കോസ് തീറ്റ എന്ന് വരും. ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ബിയുടെ യൂണിറ്റ്, മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ, അഥവാ നമ്മൾ അതിനെ ടെസ്ല എന്ന് വിളിക്കും. ടെസ്ല, വെബർ പെർ മീറ്റർ സ്ക്വയർ ഓർ ടെസ്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ലോറൻസ് ഫോഴ്സ് ആണ് നോക്കാനുള്ളത്. ലോറൻസ് ഫോഴ്സ്. ഓക്കെ. നമുക്ക് ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. യൂണിഫോം വെലോസിറ്റി ആയിട്ടുള്ള v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ചാർജ് മൂവ് ചെയ്യുകയാണ്. നമ്മൾ അതിൻ്റെ t എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ r എന്ന് റെപ്രസെൻ്റ് ചെയ്തു. t എന്ന് പറയുന്ന സമയത്ത് പൊസിഷൻ വെക്ടർ r എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ചാർജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, അല്ലേ? ആ ചാർജ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ പ്രസൻസിലാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും പ്രസൻസിലാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിലാണ്. അപ്പോൾ അതിലെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഓൺ ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കാരണം ഫോഴ്സ് അതിലുണ്ടാകുന്നു. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? എഫ് ഇലക്ട്രിക് പ്ലസ് എഫ് മാഗ്നറ്റിക്. എഫ് ഇലക്ട്രിക് പ്ലസ് എഫ് മാഗ്നറ്റിക്. ഇലക്ട്രിക് ഫോഴ്സ് ഓൾറെഡി നമുക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ ആണ്, അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ക്യു ഇൻറ്റു വി ക്രോസ് ബി ആണ്. ക്യു ഇൻറ്റു V cross B, where V is the velocity and B is the magnetic induction. Q into V cross B. അപ്പം നമ്മളുടെ ലോറൻസ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത് നെറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. നെറ്റ് ഫോഴ്സ് എഫ് ഇലക്ട്രിക് പ്ലസ് എഫ് മാഗ്നറ്റിക്കിനെയാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇക്വേഷൻ Q into V cross B. സോറി, Q into E plus V cross B. Q into E plus V cross B. അതിൽ മാഗ്നറ്റിക് ഫോഴ്സ് എഫ് മാഗ്നറ്റിക് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അതെല്ലാം നമ്മൾ ക്രോസ് മാറ്റിയാൽ എന്ത് വരും? ക്യൂ വി ബി സൈൻ തീറ്റ വരും. ക്യൂ വി ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. ക്യൂ വി ബി സൈൻ തീറ്റ എൻ ക്യാപ്. വെർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ഡയറക്ഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. വെലോസിറ്റി ഡയറക്ഷനും മാഗ്നറ്റിക് ഇൻഡക്ഷനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിലോ? മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ ക്യൂ വി ബി എന്ന് നമുക്ക് എഴുതാം. ക്യൂ വി ബി, മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ ക്യൂ വി ബി എന്ന് വരും. അപ്പം ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ മാഗ്നറ്റിക് ഫോഴ്സിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞു എഫ് എം എന്ന് പറയുന്നത് എന്താണ്? ക്യൂ വി ബി ആണ്, അല്ലേ? ക്യൂ വി ബി. അപ്പോൾ അതിന് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനെയും ഡിപ്പെൻഡ് ചെയ്യും, അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾക്കറിയാം ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഡയറക്ഷൻ വ്യത്യാസമായിരിക്കും. പോസിറ്റീവ് ചാർജിൻ്റെ ഫോഴ്സും നെഗറ്റീവ് ചാർജിൻ്റെ ഫോഴ്സും ഡയറക്ഷൻ വ്യത്യാസമായിരിക്കും. ആൻഡ് നമുക്കറിയാം വെക്ടർ പ്രൊഡക്റ്റ് ആണ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ പ്രൊഡക്റ്റ് ആണ്, അല്ലേ? വെക്ടർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ വെക്ടർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വി ക്രോസ് ബി എന്ന് പറയുന്നത് വി ബി സൈൻ തീറ്റ ആണ്. വി ബി സൈൻ തീറ്റ.
എപ്പോഴൊക്കെ 0 ആകാം? സൈൻ തീറ്റ 0 ആകുമ്പോൾ ഈ പ്രൊഡക്റ്റ് 0 ആവും അല്ലേ? സൈൻ തീറ്റ 0 ആകുമ്പോൾ പ്രൊഡക്റ്റ് 0 ആവും. സൈൻ തീറ്റ 0 എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂസ് എന്താണ്? തീറ്റ ഇസ് 0 ഓർ എൻ പൈ അല്ലേ? എൻ പൈ. പൈയുടെ മൾട്ടിപ്പിൾസ് ഓഫ് തീറ്റ 0 ആകുമ്പോൾ സൈൻ തീറ്റ 0 ആവും. അപ്പൊ നമ്മൾ ജനറലി നമ്മൾ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ പാരലൽ ഓർ ആന്റി പാരലൽ, പാരലൽ ഓർ ആന്റി പാരലൽ അല്ലേ? വിയും ബിയും തമ്മിൽ പാരലലോ ആന്റി പാരലോ ആകുമ്പോൾ ഫോഴ്സ് എന്താവും? 0 ആവും. മാഗ്നറ്റിക് ഫോഴ്സ് 0 ആവും. അതായത് നമ്മളുടെ വെലോസിറ്റി ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും പാരലലോ ആന്റി പാരലോ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് 0 ആവും അല്ലേ? മാഗ്നറ്റിക് ഫോഴ്സ് ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫോഴ്സ് ആണ് നമ്മൾ പറയുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് 0 ആവും. ഓക്കെ. ഇനി അതുപോലെ തന്നെ വെലോസിറ്റി 0 ആണെങ്കിലും മാഗ്നറ്റിക് ഫോഴ്സ് 0 ആവും. വെലോസിറ്റി 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആവും. അതായത് സ്റ്റാറ്റിക് ചാർജിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. മൂവിങ് ചാർജ് ആണെങ്കിൽ മാത്രമേ അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. മൂവിങ് ചാർജസ് ആണെങ്കിൽ മാത്രമേ അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ലോറൻസ് ഫോഴ്സിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ. അപ്പം ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.